അപ്പോൾ ലൈഫ് ഡയറീസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടെ സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കുന്നത് കേസരിയാണ്. ഈ കാണുന്ന നല്ല അടിപൊളി കേസരിയാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. നമുക്ക് സ്വീറ്റ്സ് ആയിട്ടോ അല്ലെങ്കിൽ ഈവനിങ് സ്നാക്ക് ആയിട്ടോ ഒക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന അടിപൊളി ഒരു റെസിപ്പിയാണ്. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാവേ. എന്തൊക്കെ സാധനങ്ങൾ വേണമെന്ന് നോക്കാം. നമുക്ക് ആദ്യം വേണ്ടത് റവ തന്നെയാണ്. ഒരു ഗ്ലാസ് റവയാണ് എടുത്തിട്ടുള്ളത്. കുറച്ച് നെയ്യ് വേണം, കുറച്ച് മഞ്ഞൾപ്പൊടി വേണം, അതുപോലെ തന്നെ നമുക്ക് കുറച്ച് അണ്ടിപ്പരിപ്പും ഉണക്കമുന്തിരിയും വേണം, കുറച്ച് ഏലക്കായ പൊടിച്ചത് വേണം, ആവശ്യത്തിന് പഞ്ചസാര, ആവശ്യത്തിന് വെള്ളം. ഇത്രയും സാധനങ്ങളാണ് നമ്മുടെ കേസരി ഉണ്ടാക്കുന്നതിന് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയാലോ. എല്ലാവർക്കും ലൈഫ് ഡയറീസിൻ്റെ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഗൈസ്, നമ്മളിതാ പാചകം തുടങ്ങിയിട്ടുണ്ട്. അടുപ്പത്ത് പാത്രം വെച്ചിട്ടുണ്ട്, പാനും വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ആദ്യം തന്നെ കുറച്ച് നെയ്യ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഏകദേശം ഒരു 1.5 ടേബിൾ സ്പൂണിൻ്റെ അടുത്ത് നെയ്യാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി നെയ്യ് ഇവിടെ കിടന്ന് നല്ലപോലെ ഒന്ന് ഉരുകി വരട്ടെ. ഉരുകി വരുന്നതിന് ശേഷം നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള അണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ ഒന്ന് വറുത്തെടുക്കുകയാണ് വേണ്ടത്. നമ്മൾ അണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതൊന്ന് ഈ നെയ്യിലിട്ട് നല്ല പോലെ നമുക്ക് വറുത്തെടുക്കണം. നമ്മളെ നെയ്യൊക്കെ അത് നല്ല അടിപൊളിയായിട്ട് ഉരുകി വന്നിട്ടുണ്ട്. നമ്മൾ അണ്ടിപ്പരിപ്പും മുന്തിരി അത്യാവശ്യം ഈ വൈറ്റ് കളറൊക്കെ പോയി ഒരു ബ്രൗണിഷ് കളർ വരുന്നവരെ നമ്മൾ നല്ല പോലെ ഒന്ന് വറുത്തെടുക്കണം. അപ്പോൾ ഗൈസ്, ഇത് വറുത്തെടുക്കുന്ന സമയത്ത് നമ്മുടെ ചാനലിലെ വീഡിയോസൊക്കെ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും, അതുപോലെ തന്നെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും, അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റിലൂടെ രേഖപ്പെടുത്താനും നിങ്ങൾ മറക്കരുതേ. നമുക്ക് ഏതായാലും ഇത് വറുത്ത് കഴിയുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. ഗൈസ്, നമ്മുടെ അണ്ടിപ്പരിപ്പ് അതുപോലെ തന്നെ ഉണക്കമുന്തിരി ഇതാ നല്ല പോലെ അത്യാവശ്യം ഒന്ന് വറുത്ത് വരുന്നുണ്ട്. ഒരു ബ്രൗണിഷ് കളറായത് കണ്ടോ. ഏകദേശം ഈ കളറാകുന്നവരെ നമ്മൾ വറുത്തെടുക്കേണ്ടതുണ്ട്. ഇനി നമ്മുടെ അടുത്ത പരിപാടി ഇത് വറുത്ത് കഴിഞ്ഞതിന് ശേഷം ഇത് മറ്റൊരു പാത്രത്തിലേക്ക് നമുക്ക് മാറ്റി വെക്കാം. ഓക്കെ. അപ്പോൾ ഗൈസ്, നമ്മുടെ പാനിലേക്ക് പിന്നീട്, അതായത് നേരത്തെ നമ്മൾ അണ്ടിപ്പരിപ്പൊക്കെ വറുത്തെടുത്ത അതേ പാനിലേക്ക് തന്നെ കുറച്ച് നെയ്യ് ബാക്കിയുണ്ട്, അതൊന്നും കുഴപ്പമില്ല. അതിലേക്ക് തന്നെ നമ്മുടെ നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള റവ, ഒരു ഗ്ലാസ് റവയാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. അത് ചേർത്തിട്ട് നല്ല പോലെ റവയൊന്ന് വറുത്തെടുക്കണം. നല്ല പോലെ വറുത്ത് വരണം. അപ്പോൾ അതിന് കുറച്ച് സമയം ആവശ്യമുണ്ട്. അപ്പോൾ നമുക്ക് വറുത്തെടുത്ത് കഴിഞ്ഞിട്ട് ബാക്കി കാഴ്ചകളിലേക്ക് പോകാം. ഓക്കെ. അപ്പോൾ ഗൈസ്, നെയ്യിൽ റവ വറുത്തോണ്ടിരിക്കുമ്പോൾ കുറച്ച് നെയ്യ് കുറവുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ കുറച്ചുകൂടി നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് വീണ്ടും ഇളക്കുക. നല്ല പോലെ വീണ്ടും ഇളക്കിയിട്ട് നമ്മളെ റവ നെയ്യിൽ വറുത്തെടുക്കുക. ഇനി കുറച്ച് സമയം കൂടി ഒന്ന് വറുത്തെടുക്കണം. നല്ലപോലെ വറക്കണം. അതുകൊണ്ടാണ് കുറച്ച് സമയം ആവശ്യമായിട്ട് വരുന്നുള്ളത്. നെയ്യ് കൂടുന്നതിനനുസരിച്ച് നമുക്ക് കേസരിയുടെ ടേസ്റ്റ് കൂടും. അപ്പോൾ ഗൈസ്, നമ്മുടെ റവ ഏകദേശം നല്ലപോലെ വറുത്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇത് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കുകയാണ് വേണ്ടത്. എന്നിട്ടാണ് നമുക്ക് ബാക്കി പരിപാടികളൊക്കെ ചെയ്യാനുള്ളത്. നമുക്ക് ഏതായാലും ഇത് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ ഗൈസ്, ഇനി നമ്മുടെ അടുത്ത പരിപാടി, നമ്മൾ റവ വറുത്ത പാനിലേക്ക് നമ്മളൊരു 2 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ്. നമ്മൾ നേരത്തെ 1 ഗ്ലാസ് റവ എടുത്തത് കൊണ്ടാണ് 2 ഗ്ലാസ് വെള്ളം ഒഴിക്കുന്നത്. നിങ്ങൾ ഉണ്ടാക്കുന്ന സമയത്ത് എത്രയാണോ റവ എടുക്കുന്നത് അതിൻ്റെ ആ റേഷ്യോയ്ക്ക് അനുസരിച്ച് നിങ്ങൾ വെള്ളം ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് അതിലേക്ക് നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ച ഏലക്കായയുടെ പൊടിയും അതുപോലെ തന്നെ വളരെ കുറച്ച് മഞ്ഞൾപ്പൊടിയും, ഒരു കളറിന് വേണ്ടിയിട്ടാണ് മഞ്ഞൾപ്പൊടി ചേർക്കുന്നത്. ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടിയും ചേർത്തിട്ട് നല്ല പോലെ ഒന്ന് ഇളക്കുക. എന്നിട്ട് ഈ വെള്ളം തിളച്ച് വരുന്നവരെ നമ്മൾ വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഇനി വെള്ളം തിളച്ച് വരട്ടെ. അതിനുശേഷമാണ് നമ്മുടെ അടുത്ത പരിപാടി. നമ്മുടെ ഏലക്കായയുടെ പൊടിയും അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടിയും നമ്മുടെ വെള്ളത്തിൽ കിടന്ന് നല്ല പോലെ തിളച്ച് വന്നിട്ടുണ്ട്. ഈ തിളച്ച് വരുന്ന വെള്ളത്തിലേക്ക് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള, നമ്മൾ വറുത്ത് വെച്ച നമ്മുടെ റവ ചേർത്ത് കൊടുക്കുകയാണ്. എന്നിട്ട് നല്ല പോലെ ഒന്ന് ഇളക്കി മിക്സാക്കി കൊടുക്കുക. കുറച്ച് നല്ല പോലെ ഇതൊന്ന് ഇളക്കി മിക്സാക്കി ഇതിൻ്റെ ആ ഒരു ടേസ്റ്റ് റവയുടെ എല്ലാ ഭാഗത്തും എത്തുന്ന വിധം നല്ല പോലെ ഇളക്കി സെറ്റാക്കുക. എന്നിട്ട് കുറച്ച് സമയം ഇത് ഈ വെള്ളത്തിൽ കിടക്കട്ടെ. ഈ കാണുന്ന പോലെ അത്യാവശ്യം ഒന്ന് നമ്മുടെ റവ നമ്മുടെ വെള്ളത്തിൽ കിടന്ന് സെറ്റാകുമ്പോൾ നമ്മൾ ആവശ്യത്തിന് പഞ്ചസാര ചേർത്ത് കൊടുക്കുക. നമ്മൾ അത്യാവശ്യം 3 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ചേർത്തിട്ടുള്ളത്. നമ്മൾ എടുത്തിട്ടുള്ള സ്പൂണ് ലേശം സൈസ് കൂടുതലുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ വേണമെങ്കിൽ ഒരു 4-5 സ്പൂൺ എടുത്തോളൂ. എന്നിട്ട് നല്ല പോലെ ഒന്ന് ഇളക്കി സെറ്റാക്കേണ്ടതുണ്ട്. നല്ല പോലെ നമ്മുടെ റവ പഞ്ചസാരയിൽ മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മുടെ പഞ്ചസാരയും റവയും കൂടി നല്ല പോലെ ഇളക്കി സെറ്റാക്കിയതിന് ശേഷം നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിട്ടുള്ള നമ്മുടെ അണ്ടിപ്പരിപ്പും ഉണക്കമുന്തിരി ഇതിലേക്ക് ചേർത്ത് കൊടുക്കണേ. ഇനി അണ്ടിപ്പരിപ്പും ഉണക്കമുന്തിരിയും കൂടി ചേർത്തിട്ട് നല്ല പോലെ ഒന്ന് ഇളക്കുക.
നല്ലപോലെ ഇത് ടൈറ്റ് ആവേണ്ട ആവശ്യമില്ല. ജസ്റ്റ് വിട്ട് വിട്ട് പോരുന്ന രീതിയിൽ ആവുന്ന വരെ നമ്മൾ നല്ലപോലെ ഇളക്കി സെറ്റാക്കുക. ഇത്രയും ചെയ്യുന്നതോടുകൂടി നമ്മുടെ കേസരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് ഇത് ഉപയോഗിക്കാവേ. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ രേഖപ്പെടുത്താനും ഒരിക്കൽ കൂടെ ഓർമ്മിപ്പിക്കുകയാണേ. നമുക്ക് എന്തായാലും ഇത് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റാം.